ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒത്തിരി നാൾ കൂടിയിട്ടാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാനൊരു IFBയുടെ നെപ്റ്റ്യൂൺ VX15 പ്ലേസ് സെറ്റിംഗ്സ് ഡിഷ് വാഷർ വാങ്ങി. സോ ഐ തോട്ട് വൈ ഷുഡൻറ്റ് ഐ ഷെയർ ദ റിവ്യൂ വിത്ത് യു ഓൾ. Actually, I never knew this dishwasher would do wonders. It's been more than 3 weeks since I started using this. In that short span of time, it became my best partner. എന്ത് പറയാനാ, അത്രയ്ക്ക് ഞാൻ ഹാപ്പിയാണ്. ഈ ഒരു എൻ്റെ ബെസ്റ്റ് പർച്ചേസാണ് ഇൻ മൈ ലൈഫ്. Anyone planning to buy a dishwasher can use this video as a reference. Here comes my baby loading the dishwasher. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 15 പ്ലേസ് സെറ്റിങ്സിൻ്റെ ഡിഷ് വാഷറാണ് ഞാൻ വാങ്ങിയത്. സോ വി ക്യാൻ അപ്ലോഡ് 92 യൂട്ടൻസിൽസ് ഇൻ ദിസ് ഡിഷ് വാഷർ എക്സെപ്റ്റ് വുഡ്, അയൺ, പ്ലാസ്റ്റിക്, നോൺ സ്റ്റിക്ക് ആൻഡ് അലുമിനിയം. ഈ ഡിഷ് വാഷറിൽ ഡെയിലി മോഡിൽ യൂസ് ചെയ്യാൻ പറ്റിയൊരു ഓപ്ഷനുണ്ട്, ദാറ്റ് ഈസ് സൂപ്പർ 50. When I use that mode, I can safely load food grade plastic containers, which makes me even happier. I will tell you what happens when we load non-recommended dishes in the dishwasher. If we put aluminum inside, നമ്മുടെ ഡിറ്റർജൻറ്റും ഹൈ ഹീറ്റും എല്ലാം കൂടെ ചേർന്ന് അത് റിയാക്റ്റ് ആവും. റിയാക്റ്റ് ആയി കഴിയുമ്പം അതിൻ്റെ സർഫേസൊക്കെ ഉണ്ടല്ലോ, അത് എന്താ പറയുക, ഗ്രേയും ബ്ലാക്കൊക്കെ ആയി മാറും. നോൺ സ്റ്റിക്ക് വെക്കുകയാണെങ്കിൽ അതിൻ്റെ കോട്ടിങ് അങ്ങനെ തന്നെ നശിച്ചു തുടങ്ങും. ഡിഷ് വാഷറിൽ ഒട്ടും വെക്കാൻ റെക്കമെൻഡ് ചെയ്യാത്തത് കാസ്റ്റ് അയൺ ആൻഡ് അയൺ കടായിസാണ്. ബിക്കോസ് അത് വേഗം റസ്റ്റ് വരും, അതുകൊണ്ടാണ് അത് വെക്കരുതെന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിൽ ഡിഷ് വാഷറിൽ ഞാൻ വെച്ചിരിക്കുന്നത് ഓൾറെഡി പ്രീ റിൻസ് ചെയ്തിരിക്കുന്ന ഡിഷസാണ്. പ്രീ റിൻസ് ചെയ്യാനായിട്ട് അവർ പറയുന്നേ ഇല്ല. പക്ഷേ നമ്മളൊക്കെ ഹൗസ് മേക്കേഴ്സ് ആയതുകൊണ്ടും കുറച്ചൊക്കെ എന്താ പറയുക, പുതിയ തിങ്സ് വരുമ്പം എക്സൈറ്റഡ് ആയതുകൊണ്ടും ഞാൻ ഇപ്പോൾ ഇതിൽ വെക്കുന്ന ഡിഷസ് എല്ലാം പ്രീ റിൻസ് ചെയ്തിട്ടാണ് വെക്കുന്നത്. അവർ റെക്കമെൻഡ് ചെയ്യുന്ന ജസ്റ്റ് സ്ക്രേപ്പ് ഓഫ് ചെയ്തിട്ട് വെക്കുക, വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. പക്ഷേ എനിക്കൊരു സമാധാനത്തിനാണ് ഞാൻ പ്രീ റിൻസ് ചെയ്ത് വെക്കുന്നത്. എനിവേ, ഇത് വന്നതിന് ശേഷം ഞാൻ ഒത്തിരി റിലാക്സ്ഡ് ആണ്. എനിക്ക് എന്താ പറയുക, ഈ ഒരു പാത്രം കഴുകുന്ന സമയത്ത് എനിക്ക് എൻ്റെ കിച്ചൺ ക്ലീൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. മോർണിംഗ് നമ്മൾ ഫ്രഷ് ആയിരിക്കും, അപ്പോൾ ആ സമയത്ത് നമുക്ക് അപ്പപ്പോൾ പാത്രങ്ങൾ കഴുകി പോകാൻ പറ്റും. പക്ഷേ ആഫ്റ്റർനൂൺ ആകുമ്പോഴേക്കും നമ്മൾ ടയേർഡാകും. അപ്പോഴത്തോട്ടാണ് ഞാൻ ഇതിലേക്ക് ഞാൻ പാത്രങ്ങൾ ലോഡ് ചെയ്ത് തുടങ്ങുന്നത്. We have another option in this dishwasher called half load. If you don't have many dishes to wash, we can load the dishes in the lower rack. Then run the half load cycle, which uses less water and electricity. Just look at the dishes. They are so clean. നമ്മൾ എത്ര കൈ കൊണ്ട് കഴുകിയാലും ഇത്ര വൃത്തിയാവത്തില്ല. അത് മാത്രമല്ല, എത്ര ഗ്രീസി ആയിട്ടുള്ള പാത്രങ്ങളാണെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അത്രയും നന്നായിട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് കിട്ടും. അത് മാത്രമല്ല, വാട്ട് ഹാപ്പൻസ് വെൻ വി മാനുവലി ക്ലീൻ ദ ഗ്രീസി ഡിഷസ്, വി ഹാവ് ടു വാഷ് ദം 2 or 3 times, വിച്ച് ഇസ് റിയലി എക്സോസ്റ്റിംഗ്. ഇത് ഡിഷ് വാഷറിൻ്റെ ജസ്റ്റ് ഒരു റിവ്യൂ മാത്രമാണ്, ജസ്റ്റ് ഫോർ എ റെഫറൻസ്. അല്ലാതെ ഞാനിതിൻ്റെ പ്രൊമോഷനൊന്നും ചെയ്യുമല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കുകയും വേണ്ട. പാത്രം കഴുകുക എന്നുള്ളത് എത്ര എക്സോസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇനി ഡിഷ് വാഷർ വാങ്ങാൻ ആഗ്രഹമുള്ളവർക്ക് ഇതൊരു റെഫറൻസ് വീഡിയോ ആയിട്ട് ഇരിക്കട്ടെ. Thank you so much for watching the video. See you until next time. Love you all.